ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 3ാമത്തെ യൂണിറ്റായ ദ വില്ലേജ് ഓഫ് ബേഡ്സ് ആണ്. അപ്പോൾ നമ്മൾ 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ ചാപ്റ്ററായ രുചിമേളവും അതിൻ്റെ പാഠഭാഗവും പഠന പ്രവർത്തനങ്ങളും ഒപ്പം ആക്ടിവിറ്റി ബുക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്ലാസ്സുകൾ കാണാത്തവരായിട്ടുണ്ടെങ്കിൽ മുകളിലായി ബട്ടണായിട്ട് അതിൻ്റെ ക്ലാസ്സുകൾ കൊടുത്തേക്കാം, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഒപ്പം നമ്മൾ ഇന്ന് മുതൽ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആദ്യമായിട്ട് യൂണിറ്റ് 3 ദ വില്ലേജ് ഓഫ് ബേഡ്സ്. ചിത്രത്തിൽ കുറേ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബേഡ്സിനെ നിങ്ങൾക്ക് കാണാം അല്ലേ? നോക്കിയാലോ? ലെറ്റ്സ് റീഡ്. നമുക്ക് വായിക്കാം. ഹരിതഗിരി ഈസ് എ ബ്യൂട്ടിഫുൾ വില്ലേജ്. ഹരിതഗിരിയാണ് ആ കാണുന്നത്. മനോഹരമായ ഒരു ഗ്രാമം. വില്ലേജ് എന്ന് പറഞ്ഞാൽ ഗ്രാമമാണത്. എ റിവർ ഫ്ലോസ് ത്രൂ ദ വില്ലേജ്. ആ വില്ലേജിൽ കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്. റിവർ എന്ന് പറഞ്ഞാൽ പുഴ ഒഴുകുന്നുണ്ട്, ഫ്ലോസ് ഒഴുകുന്നു. ഇറ്റ് ഈസ് ദ റിവർ ഓഫ് ഹരിതഗിരി. ഇതാണ് ഹരിതഗിരിയിൽ കൂടി ഒഴുകുന്ന പുഴ. ദർ ആർ ടോൾ ട്രീസ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദ റിവർ. അവിടെ എന്തുണ്ട്? വലിയ മരങ്ങളുണ്ട്. എവിടെ? റിവറിൻ്റെ 2 ഭാഗത്തുമായിട്ട് വലിയ മരങ്ങളുണ്ട്. ടോൾ ട്രീസ് എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ മരങ്ങളുണ്ട്. നമുക്ക് നോക്കിയാലോ? ലെറ്റ്സ് റീഡ്. ടുവേർഡ്സ് സമ്മർ ദ ട്രീസ് ബെയർ കളർഫുൾ ഫ്ലവേഴ്സ്. സമ്മർ, വേനൽക്കാലമാകുമ്പോഴേക്കും നമ്മുടെ ട്രീസ് എല്ലാം എന്ത് ചെയ്യും? കളർഫുൾ ഫ്ലവേഴ്സ് വരാൻ തുടങ്ങും. ട്രീസിലെല്ലാം കളർഫുൾ ഫ്ലവേഴ്സ് വരാൻ തുടങ്ങും അല്ലേ? പൂക്കൾ പൂക്കാൻ തുടങ്ങും. ദ വിൻഡ് ക്യാരീസ് ദ ഫ്രാഗ്രൻസ് ഓഫ് ഫ്ലവേഴ്സ് അക്രോസ് ദ വില്ലേജ്. എന്താണ്? നമ്മുടെ വിൻഡ്, കാറ്റ് എന്ത് കൊണ്ടുവരും? ഫ്രാഗ്രൻസ് എന്ന് പറഞ്ഞാൽ സുഗന്ധം. എന്തിൻ്റെ? ഫ്ലവേഴ്സിൻ്റെ, പൂക്കളുടെ സുഗന്ധം നമ്മുടെ വില്ലേജിലേക്ക്, ഗ്രാമത്തിലേക്ക് കൊണ്ടുവരും. ഗ്രാമത്തിൽ മുഴുവനായിട്ടും കൊണ്ടുവരും. അക്രോസ് ദ വില്ലേജ്. എവരി സമ്മർ ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി സെലിബ്രേറ്റ് എ ഫെസ്റ്റിവൽ. എല്ലാ സമ്മറിലും, എല്ലാ വേനൽക്കാലത്തും ഹരിതഗിരിയിലെ പീപ്പിൾ, ജനങ്ങൾ, ആളുകൾ എന്ത് ചെയ്യും? ഒരു ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യും. ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഉത്സവം. ഇറ്റ് ഈസ് ദ ഫെസ്റ്റിവൽ ഓഫ് ബേഡ്സ്. ഇവിടെ എന്താണ്? ബേഡ്സുകളുടെ ഒരു ഫെസ്റ്റിവലാണ്. ബേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പക്ഷികളുടെ ഒരു ഉത്സവമാണ് അവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്. താഴെ നോക്കി. ഹാവ് യു സീൻ എ വില്ലേജ് ലൈക്ക് ദിസ്? നിങ്ങൾ ഇങ്ങനെയുള്ള വില്ലേജ് കണ്ടിട്ടുണ്ടോ? വാട്ട് ഡു യു ലൈക്ക് ഇൻ സച്ച് വില്ലേജ്? അങ്ങനെയുള്ള ഗ്രാമങ്ങളിൽ നിങ്ങൾക്ക് എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? എന്താണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എങ്കിൽ നമുക്ക് അടുത്ത പേജ് നോക്കിയാലോ? നോക്കാം. ലിസൺ ടു യുവർ ടീച്ചർ. നിങ്ങളുടെ ടീച്ചറിനെ നിങ്ങൾ കേൾക്കുക, ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കുക. ലോട്ട്സ് ഓഫ് ബേഡ്സ് വിസിറ്റ് ദ വില്ലേജ് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. എന്താ? ഒരുപാട് പക്ഷികൾ ഈ സമയത്ത് നമ്മുടെ ഗ്രാമത്തിലേക്ക് കടന്നു വരാറുണ്ട്. ഈ ഫെസ്റ്റിവൽ സമയത്ത് വരാറുണ്ട്. എവരി ഇയർ ദ വില്ലേജേഴ്സ് വെയിറ്റ് ഫോർ ദ ബേഡ്സ് ടു കം. എന്ത് ചെയ്യും? നമ്മുടെ വില്ലേജേഴ്സ്, നമ്മുടെ ഗ്രാമീണർ എല്ലാ വർഷവും ഈ പക്ഷികൾ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യും, കാത്തിരിക്കും. വൈ ഡു വില്ലേജേഴ്സ് വെയിറ്റ് ഫോർ ദ ബേഡ്സ്? എന്തുകൊണ്ടായിരിക്കാം ഗ്രാമീണർ ഇങ്ങനെ ഈ ബേഡ്സുകൾ, ഈ പക്ഷികൾ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്? അത് നിങ്ങളോട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യനാണ്. ഓക്കെ, അടുത്ത് നോക്കിയേ. ദ പീപ്പിൾ ഓഫ് ഹരിതഗിരി ട്രീറ്റ് ബേഡ്സ് ആസ് ദെയർ ഗസ്റ്റ്. എന്താ? ഹരിതഗിരിയിലുള്ള ജനങ്ങൾ ആ ബേഡ്സിനെ എല്ലാം എങ്ങനെയാണ്? അവരുടെ ഗസ്റ്റുകളായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ? വെൻ ദ ബേഡ്സ് അറൈവ് ദ ഫെസ്റ്റിവൽ ബിഗിൻസ്. എപ്പോഴാണോ ബേഡ്സ് വരുന്നത് അല്ലേ, അപ്പോൾ ഫെസ്റ്റിവൽ ബിഗിൻ ചെയ്യും എന്ന് പറഞ്ഞാൽ തുടങ്ങും. അറൈവ് വരുന്നത്, ബിഗിൻ തുടങ്ങുക. ദ പീപ്പിൾ കീപ് ദ വില്ലേജ് ഫ്രീ ഫ്രം ലൗഡ് സൗണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? ആ വില്ലേജിലെ ആളുകൾ എന്ത് ചെയ്യും? അവിടെ സൗണ്ടുകളൊന്നും കൂടുതൽ ഉണ്ടാക്കാറില്ല. ഫ്രീ ഫ്രം സൗണ്ട്സ് എന്ന് പറഞ്ഞാൽ വലിയ സൗണ്ടുകളൊന്നും, ലൗഡ് സൗണ്ടുകളൊന്നും ഉണ്ടാക്കാറില്ല. കാരണം എന്താണ്? വലിയ സൗണ്ടുകളൊക്കെ കേട്ടാൽ പക്ഷികൾ അപ്പം തന്നെ പറന്നു പോകും അല്ലേ? നോ ക്രാക്കേഴ്സ്, നോ ബെൽസ് ആൻഡ് നോ ട്രംബീറ്റ്സ്. പടക്കങ്ങൾ, ക്രാക്കേഴ്സ് ഇല്ല, വലിയ ബെല്ലുകളൊന്നുമില്ല, ബെൽസ് ഇല്ല. അതേപോലെ ട്രംബീറ്റ്സ്, ട്രംബുകളൊന്നും, പെരുമ്പറയൊന്നും മുഴക്കാറില്ല. ദേ ഡോണ്ട് ഈവൻ ബ്ലോ ദ ഹോൺസ് ഓഫ് വെഹിക്കിൾസ്. എന്ത് ചെയ്യാറില്ല? ബ്ലോ എന്ന് പറഞ്ഞാൽ അടിക്കുക. വെഹിക്കിൾസിൻ്റെ, അതായത് വാഹനങ്ങളുടെ ഹോണുകൾ പോലും അടിക്കാറില്ല. ദ വില്ലേജേഴ്സ് ഡു നോട്ട് ബ്ലോ ദ ഹോൺസ്. വൈ? എന്തുകൊണ്ടായിരിക്കും?
അവിടുത്തെ വില്ലേജേഴ്സ് ഹോണുകൾ പോലും അടിക്കാത്തത്? ആ ഹോണിൻ്റെ സൗണ്ടൊക്കെ കേട്ടാൽ പക്ഷികൾ പറന്നു പോകുമല്ലേ. അതുകൊണ്ട് അവിടെ ആ വെഹിക്കിൾസിൻ്റെ ഹോണുകൾ പോലും അടിക്കാറില്ല. ഓക്കെ, നമുക്കെങ്കിൽ അടുത്ത പേജ് നോക്കിയാലോ. ട്രീസ് ഓൺ ദ റിവർ ബാങ്ക് ബിഗൻ ടു ബ്ലൂം. എന്ത് ചെയ്യുന്നു? ആ റിവർ ബാങ്ക്, റിവറിൻ്റെ തീരത്തുള്ള, പുഴയുടെ തീരത്തുള്ള ആ ട്രീസ് എല്ലാം, മരങ്ങളെല്ലാം പൂക്കാൻ തുടങ്ങും അല്ലേ. ബ്ലൂം, പൂക്കാൻ തുടങ്ങും. അതുപോലെ ദ വില്ലേജേഴ്സ് ഗോട്ട് റെഡി ഫോർ ദ ഫെസ്റ്റിവൽ. വില്ലേജേഴ്സ് എന്ത് ചെയ്യും? ഗ്രാമീണര് ഉത്സവത്തിനെ വരവേൽക്കാൻ തയ്യാറാകും, റെഡിയാവും. സമ്മർ ഈസ് ഏർലി ഇൻ ദിസ് ഇയർ സെഡ് ദ വില്ലേജേഴ്സ്. ഇപ്പോൾ വേനൽക്കാലം നേരത്തെയാണ് എന്ന് ആര് പറയുന്നു? നമ്മുടെ ഗ്രാമീണർ പറയുകയാണ്. ഹൗ ഡിഡ് ദ വില്ലേജേഴ്സ് ഗെറ്റ് റെഡി ഫോർ ദ ഫെസ്റ്റിവൽ. എങ്ങനെയാണ് നമ്മുടെ ഗ്രാമീണർ ഈ ഫെസ്റ്റിവലിന് വേണ്ടി തയ്യാറെടുക്കുന്നത്? നോക്കിയാലോ. കുറേ കുട്ടികൾ ട്രീസിൻ്റെ മുകളിലൊക്കെ കയറി തോരണങ്ങളൊക്കെ കെട്ടുന്നത് കാണാമല്ലേ. കുട്ടികളെ കണ്ടോ? ദ ഫെസ്റ്റിവൽ സീസൺ അറൈവ്ഡ്. ഫെസ്റ്റിവൽ സീസൺ വന്നു കഴിഞ്ഞു. ദ വില്ലേജേഴ്സ് സ്റ്റാർട്ടഡ് ഡെക്കറേറ്റിംഗ് ദെയർ ഹൗസസ്. വില്ലേജേഴ്സ് എന്ത് ചെയ്തു? അവരുടെ വീടെല്ലാം അലങ്കരിക്കാൻ തുടങ്ങി. ഡെക്കറേറ്റ് ചെയ്യുക, അലങ്കരിക്കുക. ടിങ്കിൾ ടൈഡ് ഫെസ്റ്റൂൺസ് ഓൺ ദ ട്രീ നിയർ ഹിസ് ഹൗസ്. ഫെസ്റ്റൂൺസ് എന്ന് പറഞ്ഞാൽ തോരണങ്ങളെയാണ് പറയുന്നത്. ടിങ്കിൾ എന്ന് പറയുന്നത് അവരുടെ കുട്ടിയുടെ പേരാണ്. എന്ത് ചെയ്യാൻ തുടങ്ങി? ട്രീയുടെ മുകളിലായിട്ട് ഫെസ്റ്റൂൺസ് കെട്ടാൻ തുടങ്ങി, തോരണങ്ങൾ കെട്ടാൻ തുടങ്ങി. എവിടെ? വീടിനടുത്തുള്ള. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. ഓക്കെ. ഡിംപിൾ പുട്ട് സം ഫ്രൂട്ട്സ് ആൻഡ് നട്ട്സ് ഓൺ എ പ്ലേറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ ഹൗസ്. ഡിംപിൾ എന്ത് ചെയ്തു? ഹൗസിന് പുറത്തായിട്ട്, വീടിന് പുറത്തായിട്ട് കുറച്ച് ഫ്രൂട്ട്സും പഴങ്ങളും നട്ട്സും ഒക്കെ എന്ത് ചെയ്തു? ഒരു പ്ലേറ്റിലാക്കി കൊണ്ടുവന്ന് വെച്ചു. ദേ ഹാപ്പിലി വെയിറ്റഡ് ഫോർ ദ ബേഡ്സ്. അവരെന്ത് ചെയ്യുകയാണ്? സന്തോഷത്തോടെ വെയിറ്റ് ചെയ്യുകയാണ്. എന്തിനു വേണ്ടി? ഈ ബേഡ്സ്, പക്ഷികൾ വരുന്നതിന് വേണ്ടി അല്ലേ. വൈ ഡിഡ് ദ ചിൽഡ്രൻ വെയിറ്റ് ഫോർ ദ ബേഡ്സ്. എന്തുകൊണ്ടായിരിക്കാം ചിൽഡ്രൻ ഇങ്ങനെ പക്ഷികളെയും കാത്തിരിക്കുന്നത്? ഹൗ ഡു യു വെൽക്കം യുവർ ഗസ്റ്റ്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഗസ്റ്റുകളെ വരവേൽക്കുന്നത്? അടുത്ത് നോക്കിയേ. ബേഡ്സ് സ്റ്റാർട്ടഡ് കമ്മിങ് ടു ദ വില്ലേജ്. ബേഡ്സുകൾ വില്ലേജിലേക്ക്, ഗ്രാമത്തിലേക്ക് വരാൻ തുടങ്ങി. ദേ സാറ്റ് ഓൺ ദ ട്രീ ബ്രാഞ്ചസ്. അവരെന്ത് ചെയ്തു? ട്രീയുടെ, മരത്തിൻ്റെ ശാഖകളിൽ വന്നിരിക്കാൻ തുടങ്ങി, ഇരുന്നു. ദ ഫെസ്റ്റിവൽ ബിഗൻ. ഫെസ്റ്റിവൽ തുടങ്ങി, ബിഗൻ തുടങ്ങി. ദ ഹോൾ വില്ലേജ് വാസ് ഫിൽഡ് വിത്ത് ദ ചാറ്റർ ഓഫ് ബേഡ്സ് ഓഫ് വേരിയസ് കൈൻഡ്സ്. ചാറ്റർ എന്ന് പറഞ്ഞാൽ പക്ഷികളുടെ സൗണ്ട്. മുഴുവൻ വില്ലേജിലും എന്തുകൊണ്ട് നിറഞ്ഞു? പക്ഷികളുടെ വിവിധ തരത്തിലുള്ള സൗണ്ടുകൾ കൊണ്ട് നിറഞ്ഞു. ഹൗ ഡസ് ദ വില്ലേജ് ലുക്ക് ഡ്യൂറിങ് ദ ഫെസ്റ്റിവൽ. എങ്ങനെയാണ് ഗ്രാമീണർ ഈ ഫെസ്റ്റിവലിനെ നോക്കിക്കാണുന്നതെന്ന് നോക്കാം. ചിർപ്പിംഗ് ഓഫ് സ്പാരോസ്, വിസിൽ ഓഫ് മൈന, സോങ് ഓഫ് കുക്കൂസ്. ആരുടെയൊക്കെയാ? സ്പാരോ, കുരുവിയുടെ, കുരുവി ചിലയ്ക്കുന്നു. പിന്നെ മൈന ഉണ്ട്, മൈനയുടെ സൗണ്ട് ഉണ്ട്. അതുപോലെ ആരുടെ? കുക്കു ബേഡ്സിൻ്റെ സോങ് ഉണ്ട്, പാട്ടുണ്ട്. ദ ഹോൾ വില്ലേജ് വാസ് ഫിൽഡ് വിത്ത് ദ സൗണ്ട്സ് ഓഫ് ബേഡ്സ്. മുഴുവൻ വില്ലേജും, മുഴുവൻ ഗ്രാമവും എന്ത് ചെയ്തു? ഇങ്ങനെയുള്ള പക്ഷികളുടെ സൗണ്ടുകളാൽ ഫില്ലായി, സൗണ്ടുകൾ കൊണ്ട് നിറഞ്ഞു അല്ലേ. ബേഡ്സ് ഓഫ് ഓൾ സൈസസ് ആൻഡ് കളേഴ്സ് ഫ്ലൂ അറൗണ്ട്. എല്ലാ സൈസിലും കളേഴ്സിലുമുള്ള ബേഡ്സുകൾ അവിടെ എന്ത് ചെയ്തു? പാറിപ്പറന്നു, ചുറ്റും പാറിപ്പറന്നു അല്ലേ. ഫ്ലൂ അറൗണ്ട് എന്ന് പറഞ്ഞാൽ പാറി അവിടെ ചുറ്റും പറക്കുന്നു. ദ ട്രീസ് ഷവേഡ് കളർഫുൾ ഫ്ലവേഴ്സ്. എന്ത് ചെയ്യുന്നു? ട്രീസ് കളർഫുൾ ഫ്ലവേഴ്സ് പൊഴിക്കുന്നു. ഷവേഡ് എന്ന് പറഞ്ഞാൽ താഴേക്ക് പൊഴിച്ചിടുന്നു. ദ വില്ലേജ് ലുക്ക് ലൈക്ക് എ പെയിൻറ്റഡ് പിക്ചർ. പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചറിനെ പോലെ വില്ലേജ് കാണപ്പെട്ടു. നോക്കിയേ, മുകളിൽ കണ്ടോ? ഒരു പെയിൻറ് ചെയ്ത് വെച്ചിരിക്കുന്ന പിക്ചറിനെ പോലെ ആണ് നമ്മുടെ വില്ലേജ് ഇപ്പോൾ നോക്കുമ്പോൾ കാണുന്നത്. വാട്ട് വിൽ ദ ബേഡ്സ് ഡൂ ദയർ. എന്തായിരിക്കും അവിടെ ബേഡ്സ്, പക്ഷികൾ ചെയ്യുന്നത്? എന്തായിരിക്കും ചെയ്യുന്നത്? നമുക്ക് നോക്കിയാലോ. ബേഡ്സ് എൻജോയ്ഡ് ദ ട്രീറ്റ് ഓഫ് ദ വില്ലേജേഴ്സ്. ഗ്രാമീണരുടെ ട്രീറ്റിൽ, വിരുന്നിൽ അവര് വളരെ എൻജോയ് ചെയ്തു, സന്തോഷിച്ചു. ദേ ബിൽറ്റ് നെസ്റ്റ് ആൻഡ് ലേഡ് എഗ് ഇൻ ദം. എന്ത് ചെയ്തു? അവർ കൂടുകൾ പണിതു. ബിൽറ്റ്, പണിതു. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ മുട്ടയിട്ടു. വീക്സ് പാസ് ദ എഗ്സ് ഹാച്ച്ഡ്. ആഴ്ചകൾ കടന്നുപോയി. എഗ്സ്
ഹാച്ച്ഡ് എന്ന് പറഞ്ഞാൽ വിരിഞ്ഞു, മുട്ട വിരിഞ്ഞു. അറ്റ് ദ എൻഡ് ഓഫ് സമ്മർ ദ ബേഡ്സ് ഫ്ലൂ ബാക്ക് വിത്ത് ദെയർ ചിക്സ്. എന്ത് ചെയ്യും? ആ സമ്മർ അവസാനിക്കുമ്പോൾ ഈ പക്ഷികൾ ഫ്ലൂ ബാക്ക് പറന്ന് പോകും, തിരിച്ചു പോകും. എന്തുമായിട്ട്? അവരുടെ കുഞ്ഞുങ്ങളുമായിട്ട്. ചിക്സ് എന്ന് പറഞ്ഞാൽ ഈ കിളി കുഞ്ഞുങ്ങളെയാണ് പറയുന്നത്. ലവ്ലി ഫെതേഴ്സ് ലേ സ്പ്രെഡ് അറൗണ്ട് ദ ട്രീസ്. ഫെതേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? അവരുടെ തൂവലുകൾ. ലവ്ലി ഫെതേഴ്സ് ലേ സ്പ്രെഡ് അറൗണ്ട് ദ ട്രീസ്. ട്രീസിന് ചുറ്റും അവർ സ്പ്രെഡ് ചെയ്ത് ഇടും, അവരുടെ തൂവലുകൾ സ്പ്രെഡ് ചെയ്ത് ഇടും. വിൽ ദ ചിൽഡ്രൻ കളക്ട് ഫെതേഴ്സ്. അവിടെയുള്ള കുട്ടികൾ ആ ഫെതേഴ്സ്, ആ തൂവലുകൾ കളക്ട് ചെയ്യുമോ? വാട്ട് വിൽ യു ഡു ഇഫ് യു ഗെറ്റ് സം ഫെതേഴ്സ്. നിങ്ങൾക്ക് ഇങ്ങനെ കുറച്ച് തൂവലുകൾ കിട്ടുകയാണെങ്കിൽ, പക്ഷിത്തൂവലുകൾ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എന്തായിരിക്കും ചെയ്യുക? ഓൾ ദ ബേഡ്സ് ലെഫ്റ്റ് ദ വില്ലേജ്. എല്ലാ ബേഡ്സും ഫെസ്റ്റിവൽ കഴിഞ്ഞ് തിരികെ പോയി, വില്ലേജിൽ നിന്നും, ഗ്രാമത്തിൽ നിന്നും തിരികെ പോയി. ദ വില്ലേജ് ബിക്കെയിം സൈലന്റ് അഗൈൻ. വില്ലേജ് വീണ്ടും എന്തായി? സൈലന്റ് ആയി, നിശബ്ദമായി. ചിൽഡ്രൻ സ്റ്റാർട്ടഡ് ടു കളക്ട് ദ ഫോളൻ ഫെതേഴ്സ്. അവിടുത്തെ കുട്ടികൾ എന്ത് കളക്ട് ചെയ്തു? ഈ പക്ഷികളിൽ നിന്നും പൊഴിഞ്ഞു വീണ തൂവലുകൾ പറക്കി കളക്ട് ചെയ്യാൻ തുടങ്ങി. വിൽ ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ കളക്ട് ഫെതേഴ്സ്. നമ്മുടെ ട്വിങ്കിളും ഡിംപിളും ഫെതേഴ്സ്, തൂവൽ കളക്ട് ചെയ്ത് കാണൂ? ഉണ്ടല്ലേ, ആ ചിത്രത്തിൽ കാണാമല്ലേ? ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ വെർ കളക്ടിങ് ഫെതേഴ്സ്. എന്ത് ചെയ്തു? ട്വിങ്കിളും ഡിംപിളും ആ തൂവലുകളെല്ലാം കളക്ട് ചെയ്തു. ഹേ ട്വിങ്കിൾ, ലുക്ക്, കം ആൻഡ് സീ ദിസ്. ആരാ? നമ്മളെ ഡിംപിള് പറയുവാണേ, ട്വിങ്കിൾ ഇങ്ങോട്ട് നോക്കിയേ, ഇത് നോക്കിയേ എന്ന് പറയുവാണ്. വന്ന് നോക്കിയേ. ഡിംപിൾ പോയിന്റ് ടു എ ഹീപ്പ് ഓഫ് ഡ്രൈ ലീവ്സ്. എന്തിലേക്കാ ഡിംപിൾ ചൂണ്ടിക്കാണിച്ചത്, പോയിന്റ് ചെയ്തത്? ഹീപ്പ് എന്ന് പറഞ്ഞാൽ കൂട്ടം. ഡ്രൈ ലീവ്സ്, ഉണങ്ങിയ ഇലകളുടെ ഒരു കൂട്ടത്തിലേക്ക് ഡിംപിൾ പോയിന്റ് ഔട്ട് ചെയ്തു അല്ലേ? നോക്കാൻ പറഞ്ഞു. എന്തിനാ? ദേ സാറ്റ് ഡൗൺ ടു ഹാവ് എ ക്ലോസർ ലുക്ക്. എന്ത് ചെയ്തു? അവരവിടെ ഇരുന്നു. സാറ്റ് ഡൗൺ, ഇരുന്നു. എന്ത് ചെയ്തു? നന്നായിട്ട് കാണാൻ വേണ്ടി അവിടെ ഇരുന്നു. ദെയർ ഐസ് വൈഡൻഡ്. എന്ത് ചെയ്തു? അവരുടെ ഐസ് വിടർന്നു, കണ്ണുകൾ വിടർന്നു, അവർ നോക്കി. വാട്ട് ഡിഡ് ദേ സീ ദെയർ. എന്തായിരിക്കും അവരവിടെ കണ്ടിട്ടുണ്ടാവുക? നമുക്ക് നോക്കാം. നോക്കിയേ. എ ഗോൾഡൻ എഗ്. ഒരു സ്വർണ്ണ നിറത്തിലുള്ള മുട്ട. ദേ ഹാഡ് നെവർ സീൻ സച്ച് ആൻ എഗ് ബിഫോർ. ഇതിനു മുന്നേ ഇതുപോലൊരു മുട്ട അവർ കണ്ടിട്ടേ ഇല്ല. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ ടുക്ക് ദ ഗോൾഡൻ എഗ് ടു ദെയർ ഹെൻ ഹൗസ്. എന്ത് ചെയ്തു? ടുക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. ഡിംപിളും ട്വിങ്കിളും കൂടി ചേർന്ന് ആ ഗോൾഡൻ എഗ് അവരുടെ ഹെൻ ഹൗസിലേക്ക്, കോഴിക്കൂടിലേക്ക് എടുത്തോണ്ട് പോയി. ദ ഹെൻ വാസ് ബ്രൂഡിങ് ഓവർ ഇറ്റ്സ് എഗ്. അവിടെ കോഴി എന്ത് ചെയ്യുകയാണ്? അടയിരിക്കുകയാണ്. ബ്രൂഡിങ് എന്ന് പറഞ്ഞാൽ അടയിരിക്കുക. അതിൻ്റെ എഗ്ഗിൻ്റെ മുകളിലായിട്ട് അത് അടയിരിക്കുകയാണ്. ട്വിങ്കിൾ കെപ്റ്റ് ദ ഗോൾഡൻ എഗ് നിയർ ദ ഹെൻ കെയർഫുള്ളി. എന്ത് ചെയ്തു? ട്വിങ്കിള് അവിടെ വെച്ചു. ആ ഗോൾഡൻ എഗ്ഗിനെ അവിടെ വെച്ചു. എവിടെയായിട്ട്? നമ്മുടെ കോഴിയുടെ അടുത്തായിട്ട് കെയർഫുള്ളായിട്ട് സൂക്ഷിച്ച് വെച്ചു. പ്ലീസ് ടേക്ക് കെയർ ഓഫ് ദിസ് എഗ് ടു. എന്ത് പറഞ്ഞു? എന്നിട്ട് ഡിംപിൾ എന്ത് പറഞ്ഞു? ഈ എഗ്ഗിനെ കൂടി നന്നായിട്ട് നോക്കിക്കൊള്ളണേ എന്ന് ആരോട് പറഞ്ഞു? നമ്മുടെ ഹെന്നിനോട്, കോഴിയോട് പറഞ്ഞു. സെഡ് ഡിംപിൾ. ക്ലക്ക് ക്ലക്ക് ദ ഹെൻ ക്ലക്ക്ഡ് ആൻഡ് ട്രൂ ദ എഗ് ക്ലോസ് ടു ഇറ്റ്. ക്ലക്ക് ക്ലക്ക് എന്ന് പറഞ്ഞാൽ കോഴി ഉണ്ടാക്കുന്ന ആ സൗണ്ടാണ്, അടയിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന സൗണ്ട്. എന്ത് ചെയ്തു? എന്നിട്ട് അതിനടുത്തേക്ക്, കോഴിയുടെ അടുത്തേക്ക്, ട്രൂ എന്ന് പറഞ്ഞാൽ വലിച്ചു, അതിനടുത്തേക്ക് അതിനടുത്ത് വെച്ചു. ഓക്കെ. വിൽ ദ എഗ് ഹാച്ച്. മുട്ടയും വിരിഞ്ഞ് കുഞ്ഞ് പുറത്ത് വരുമോ? നമുക്ക് നോക്കാം. എവരി ഡേ ദ ചിൽഡ്രൻ വിസിറ്റഡ് ദ ഹെൻ ഹൗസ്. എല്ലാ ദിവസവും ഈ കുട്ടികൾ കോഴിയുടെ കൂടി പോയി നോക്കും. ദേ വെയിറ്റഡ് ഫോർ ദ എഗ് ടു ഹാച്ച്. എന്തിനു വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്? മുട്ട വിരിഞ്ഞ് കുഞ്ഞ് പുറത്തു വരാൻ വേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്യുന്നത്. വാട്ട് വിൽ ഹാപ്പൻ ടു ദ ഗോൾഡൻ എഗ്. എന്തായിരിക്കും ഗോൾഡൻ കളറിനുള്ള എഗ്ഗിന് സംഭവിച്ചിട്ടുണ്ടാവുക? നോക്കാം. ചിത്രത്തിൽ കണ്ടോ? മുട്ട പൊട്ടിയല്ലേ? ആഫ്റ്റർ സം വീക്സ് ദ ഗോൾഡൻ എഗ് ഹാച്ച്ഡ്. കുറേ ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗോൾഡൻ എഗ് എന്ത് ചെയ്തു? വിരിഞ്ഞ് എ ടൈനി ചിക്ക് കം ഔട്ട്. ഒരു നല്ല കുഞ്ഞ് കുട്ടി പുറത്തു വന്നു അല്ലേ?
കിളിക്കുഞ്ഞ് പുറത്തു വന്നു. ചിക്കൻ എന്ന് പറഞ്ഞാൽ കിളിക്കുഞ്ഞ്. ഇറ്റ് ഹാഡ് ഷോർട്ട് വിങ്സ് ആൻഡ് എ യെല്ലോ ബീക്ക്. അതിനെങ്ങനെയായിരുന്നു? ഷോർട്ട് വിങ്സ്, കുഞ്ഞു ചിറകുകളും യെല്ലോ ബീക്കും ആയിരുന്നു. ചുണ്ട് അല്ലെങ്കിൽ കൊക്ക്, മഞ്ഞ നിറത്തിലുള്ള ചുണ്ടും ആയിരുന്നു. ലുക്ക് ഹൗ ക്യൂട്ട് ഇറ്റ് ഈസ്. അല്ലേ, എന്താ എത്ര സുന്ദരിയാണല്ലേ അത്. ട്വിങ്കിൾ ഷൗട്ടഡ് ഇൻ ജോയ്. ട്വിങ്കിൾ ഉറക്കെ പറഞ്ഞു. ജോയ് എന്ന് പറഞ്ഞാൽ സന്തോഷം, സന്തോഷത്തോടെ ഉറക്കെ പറഞ്ഞു. ഡിംപിൾ ടുക്ക് ഇറ്റ് ഇൻ ഹെർ ഹാൻഡ് ആൻഡ് ഹെൽഡ് ഇറ്റ് ക്ലോസ്. ഡിംപിൾ എന്ത് ചെയ്തു? എടുത്തു. ആരെ? ആ കുഞ്ഞിനെ കയ്യിലെടുത്തു. ടുക്കെന്ന് പറഞ്ഞാൽ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അടുത്തേക്ക് ചേർത്ത് വെച്ചു. വി വിൽ കോൾ യു ഗോൾഡി സെഡ് ഡിംപിൾ. എന്ത് പറഞ്ഞു? ഞങ്ങൾ നിന്നെ ഗോൾഡി എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ പേര് വിട്ടല്ലേ, ഗോൾഡി എന്ന് പേര് വിട്ടു. ആരാ കിളിക്കുഞ്ഞിന് പേരിട്ടത്? ഡിംപിൾ അല്ലേ. വിൽ ദ ഹെൻ ലുക്ക് ആഫ്റ്റർ ഗോൾഡി ടു. അതിനുശേഷവും ആ ഗോൾഡിയെ അമ്മക്കോഴി കാണുമായിരിക്കും അല്ലേ, നോക്കാം. ഓക്കെ. ദ ഹെൻ ഫെഡ് ഗോൾഡി എലോങ് വിത്ത് ഇറ്റ്സ് ചിക്സ്. അല്ലേ, ആ അമ്മക്കോഴി എന്ത് ചെയ്തു? അതിൻ്റെ കുഞ്ഞുങ്ങളോടൊപ്പം തന്നെ ഗോൾഡിയെയും കൊണ്ട് നടക്കാൻ തുടങ്ങി. ഗോൾഡി ഫോളോഡ് ദ മദർ ഹെൻ വെയറെവർ ഷീ വെന്റ്. എവിടേക്ക് അമ്മക്കോഴി പോയാലും അവിടെ കൂടെ ആരും കൂടെ പോകും, ഗോൾഡി കൂടെ കാണും. ദ ഹെൻ ടോട്ട് ഗോൾഡി ടു സ്ക്രാച്ച് ദ ഗ്രൗണ്ട് ആൻഡ് പെക്ക് അറ്റ് വേംസ് ആൻഡ് ഫ്ലൈസ്. അമ്മക്കോഴി എന്ത് പഠിപ്പിച്ചു? ടോട്ടെന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു. എന്ത് പഠിപ്പിച്ചു? ഗ്രൗണ്ടിൽ നിന്ന് മണ്ണിര അതുപോലുള്ള ഫ്ലൈസിനെയൊക്കെ, കുഞ്ഞു കുഞ്ഞ് ഫ്ലൈസിനെയൊക്കെ അത് മണ്ണിൽ നിന്ന് പിറക്കി കഴിക്കാനായിട്ട് ആര് പഠിപ്പിച്ചു? ചികഞ്ഞ് തിന്നാനായിട്ട് ആര് പഠിപ്പിച്ചു? അമ്മക്കോഴി പഠിപ്പിച്ചു. സ്ക്രാച്ച് എന്ന് പറഞ്ഞാൽ ചികഞ്ഞ് തിന്നത്തില്ലേ, അതിനെയാണ് സ്ക്രാച്ച് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. ഹൗ ഡസ് ഗോൾഡി ഡിഫർ ഫ്രം അതർ ചിക്സ്? അമ്മക്കോഴിയുടെ ബാക്കിയുള്ള മക്കളെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗോൾഡി എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? നിങ്ങൾ പറയൂ, എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? വൺ ഡേ ഗോൾഡി ആൻഡ് ദ ചിക്സ് വെൻ നിയർ ദ റിവർ. ഒരു ദിവസം ഗോൾഡിയും പിന്നെ ബാക്കിയുള്ള അമ്മക്കോഴിയുടെ മക്കളില്ലേ, കുഞ്ഞുമക്കൾ, അവരെല്ലാവരും കൂടി പുഴയുടെ അടുത്തേക്ക് പോയി. നിയർ എന്ന് പറഞ്ഞാൽ അടുത്ത്. സഡൻലി, പെട്ടെന്ന് തന്നെ, ഗോൾഡി ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ ആൻഡ് സ്റ്റാർട്ടഡ് സ്വിമ്മിങ്. എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഗോൾഡി എവിടേക്ക് ചാടി? ചാടി. എവിടേക്ക്? വാട്ടറിലേക്ക്, വെള്ളത്തിലേക്ക്, പുഴയിലെ വെള്ളത്തിലേക്ക് ചാടിയിട്ട് എന്ത് ചെയ്തു? സ്വിം ചെയ്തല്ലേ. സ്വിം എന്ന് പറഞ്ഞാൽ നീന്തുക. ഓക്കെ. ക്ലക്ക് ക്ലക്ക് ദ ഹെൻ ക്ലക്ക്ഡ് ഇൻ വണ്ടർ. അല്ലേ, അത് കണ്ട കോഴി എന്ത് ചെയ്തു? അതിശയത്തോടെ നോക്കി നിൽക്കുവാണേ. ഹൗ ഡിഡ് ഗോൾഡി ലേൺ ടു സ്വിം? എവിടെ നിന്നായിരിക്കും നമ്മുടെ ഗോൾഡി സ്വിം ചെയ്യാൻ പഠിച്ചത്, നീന്താൻ പഠിച്ചത്? അതൊക്കെ ജനിച്ചപ്പോൾ തന്നെ കിട്ടിയ കഴിവായിരിക്കും അല്ലേ, ആരും പഠിപ്പിച്ചതല്ലല്ലോ അല്ലേ. ദ റിവർ ഇൻ ഹരിതപുരി വാസ് ഡേർട്ടി. ഹരിതപുരിയിലെ പുഴ മലിനമാണ്. ദ വാട്ടർ വാസ് ഓൾമോസ്റ്റ് ബ്ലാക്ക് ഇൻ കളർ. അതിലെ വെള്ളം കൂടുതലും കറുപ്പ് നിറമായി കഴിഞ്ഞു അല്ലേ. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കറുപ്പ് നിറമായി കഴിഞ്ഞു. പ്ലാസ്റ്റിക് ബോട്ടിൽസ്, വുഡ് പീസസ്, ക്യാരി ബാഗ്സ് ആൻഡ് വേസ്റ്റ് മെറ്റീരിയൽസ് കവേർഡ് ദ വാട്ടർ. എന്തൊക്കെയാ വാട്ടറിലുള്ളത്? ആ പുഴയിലെ വെള്ളത്തിൽ പ്ലാസ്റ്റിക് ബോട്ടിൽസ് ഉണ്ട്, വുഡ് പീസ് ഉണ്ട്, അതുപോലെ വുഡ് പീസ് എന്ന് പറഞ്ഞാൽ തടി കഷ്ണങ്ങളുണ്ട്, ക്യാരി ബാഗുകളുണ്ട്, അതുകൂടാതെ വേസ്റ്റ് മെറ്റീരിയൽസും ഉണ്ട്. അതുകൊണ്ട് തന്നെ വാട്ടർ എന്ത് കളറായി? ബ്ലാക്ക് കളറായി. നോബഡി ഇൻ ദ വില്ലേജ് കെയർഡ് അബൌട്ട് ദ റിവർ. വില്ലേജിലെ ആരും തന്നെ, ഗ്രാമത്തിലെ ആരും തന്നെ ഈ പുഴയെ സൂക്ഷിക്കുന്നില്ല, കെയർ ചെയ്യുന്നില്ല. വാട്ട് വിൽ ദ ചിൽഡ്രൻ ഡു വെൻ ഗോൾഡി സ്വിംസ് ഇൻ ദ വാട്ടർ? എന്തായിരിക്കും നമ്മുടെ കുട്ടികൾ, അതായത് ട്വിങ്കിളും ഡിംപിളും എന്തായിരിക്കും ഗോൾഡി സ്വിം ചെയ്തപ്പോൾ ചെയ്തിട്ടുണ്ടാവുക? നോക്കാം. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വെർ വാച്ചിങ് ഗോൾഡി സ്വിമ്മിങ്. ഡിംപിളും ട്വിങ്കിളും എന്ത് ചെയ്യുക? ഗോൾഡിയുടെ നീന്തൽ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് പറയുക, ലുക്ക് ഗോൾഡി സ്വിംസ് വെൽ സെഡ് ട്വിങ്കിൾ. ട്വിങ്കിൾ എന്ത് പറഞ്ഞു? ഗോൾഡി നന്നായിട്ട് നീന്തുന്നുണ്ടല്ലേ എന്ന് പറഞ്ഞു. ഗോൾഡി കം ബാക്ക്. ഗോൾഡി തിരികെ വന്നു. ദ വാട്ടർ ഈസ് ടു ഡേർട്ടി കോൾഡ് ഔട്ട് ഡിംപിൾ. എന്താ? വെള്ളം മലിനമാണല്ലേ. പുഴയിലെ വെള്ളം അങ്ങ് മലിനമായി കിടക്കുകയാണ് അല്ലേ. ഹൗ ക്യാൻ വി കീപ് അവർ റിവേഴ്സ് ക്ലീൻ? എങ്ങനെ നമുക്ക് നമ്മുടെ റിവറുകൾ ക്ലീനായിട്ട് സൂക്ഷിക്കാം, കീപ്പ് ചെയ്യാം?
ഇതിനുള്ള ആൻസേഴ്സ് നിങ്ങൾ പറയണം. ഓക്കെ, എങ്കിൽ നമുക്ക് അടുത്ത പേജ് നോക്കാം. വൺ ഡേ ഗ്രാൻഡ് പാ വിസിറ്റഡ് ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ. ഒരു ദിവസം എന്ത് ചെയ്തു? ഡിംപിളിൻ്റെയും ട്വിങ്കിളിൻ്റെയും ഗ്രാൻഡ് പാ മുത്തശ്ശൻ അവരെ വിസിറ്റ് ചെയ്തു, വന്നു, അവരുടെ വീട്ടിൽ വന്നു. ഹീ സോ ഗോൾഡി. അപ്പോൾ മുത്തശ്ശൻ ആരെ കണ്ടു? കണ്ടു, ഗോൾഡിയെ കണ്ടു. വേർ ഡിഡ് യു ഗെറ്റ് ദിസ് ചിക്ക് ഫ്രം? എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ കിളിക്കുഞ്ഞിനെ കിട്ടിയത്? ഗ്രാൻഡ് ഫാദർ ഇൻ വണ്ടർ. എവിടെ നിന്ന് നിങ്ങൾക്ക് ഈ കിളിക്കുഞ്ഞിനെ കിട്ടിയെന്ന് ഗ്രാൻഡ് ഫാദർ അതിശയത്തോടെ ചോദിച്ചു. വണ്ടർ, അതിശയത്തോടെ ചോദിച്ചു. ദ ചിൽഡ്രൻ ടോൾഡ് ഹിം ദ ഹോൾ സ്റ്റോറി. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്തു? മുഴുവൻ കഥയും മുത്തശ്ശനോട് പറഞ്ഞു. ദിസ് ഈസ് ദ ചിക്ക് ഓഫ് എ റെയിൻബോ ബേർഡ്. ഗ്രാൻഡ് പാ സെഡ്. ഗ്രാൻഡ് പാ എന്ത് പറഞ്ഞു? ഇത് ഒരു റെയിൻബോ ബേർഡിന്റെ കുഞ്ഞാണ്. റെയിൻബോ ബേർഡ്? ദ ചിൽഡ്രൻ എക്സ്ക്ലൈംഡ്. കുട്ടികൾ അതിശയത്തോടെ ചോദിച്ചു, റെയിൻബോ ബേർഡ് അതെന്താ? എക്സ്ക്ലൈംഡ് എന്ന് പറഞ്ഞാൽ അതിശയത്തോടെ. യെസ്, വെൻ ഐ വാസ് യങ്. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ, ഗ്രാൻഡ് ഫാദർ പറയുകയാണ്, വെൻ ഐ വാസ് യങ്, ഞാൻ കൊച്ചായിരുന്നപ്പോൾ ഹൺഡ്രഡ്സ് ഓഫ് റെയിൻബോ ബേർഡ്സ് യൂസ്ഡ് ടു കം ഹിയർ. 100 കണക്കിന് റെയിൻബോ ബേർഡ്സ് ഇവിടെ വരുമായിരുന്നു. യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് വരുമായിരുന്നു. വൈ ഡോണ്ട് റെയിൻബോ ബേർഡ്സ് കം നൗ? എന്തുകൊണ്ടാണ് ഇപ്പോൾ റെയിൻബോ ബേർഡ്സ് ഗ്രാമത്തിൽ, വില്ലേജിൽ വരാത്തതിന് കാരണം എന്തായിരിക്കും? നോക്കാം. ഗ്രാൻഡ് ഫാദർ ആൻഡ് ദ ചിൽഡ്രൻ വാക്ക്ഡ് ടു ദ റിവർ. മുത്തശ്ശനും മക്കളും കൂടി എന്ത് ചെയ്തു? റിവറിൻ്റെ അടുത്തേക്ക് നടന്നു, അല്ലേ? ദ റിവർ വാസ് ഡേർട്ടി ആൻഡ് ദ വാട്ടർ വാസ് പൊള്യൂട്ടഡ്. റിവർ ഇപ്പോൾ മലിനമാണ്, അല്ലേ? ഒരുപാട് ചീത്ത സാധനങ്ങൾ റിവറിൽ വലിച്ചെറിഞ്ഞ് റിവർ ഇപ്പോൾ മലിനമാണ്, പൊള്യൂട്ടഡ്, മലിനമാണ്. വാട്ട് വിൽ ദ ഗ്രാൻഡ് ഫാദർ ടെൽ ദം അബൌട്ട് ദ റെയിൻബോ ബേർഡ്സ്? എന്തായിരിക്കും കുട്ടികളോട് മുത്തശ്ശൻ റെയിൻബോ ബേർഡ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവുക? ഇൻ മൈ ചൈൽഡ്ഹുഡ് ദ റിവർ വാസ് വെരി ക്ലീൻ ആൻഡ് ക്ലിയർ. എൻ്റെ കുട്ടിക്കാലത്ത് ഈ റിവർ വളരെ ക്ലീനും ക്ലിയറുമായിരുന്നു, നല്ല വൃത്തിയായിരുന്നു ഈ പുഴയ്ക്ക്. റെയിൻബോ ബേർഡ്സ് വുഡ് കം ഇൻ ഫ്ലോക്സ് ആൻഡ് സ്വിം ഇൻ ദ റിവർ. റെയിൻബോ ബേർഡ്സ് എങ്ങനെ? ഫ്ലോക്സ് എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെ വന്ന് ഈ റിവറിൽ, ഈ പുഴയിൽ വന്ന് നീന്തുമായിരുന്നു. നൗ ദ റിവർ ഓഫ് ഹരിതപുരി ഈസ് ഡേർട്ടി, സോ ദേ സ്റ്റോപ്ഡ് വിസിറ്റിംഗ് അവർ വില്ലേജ്. എന്താണ്? ഇപ്പോഴും ഹരിതപുരിയിലെ പുഴ മലിനമാണ്, അവിടെ വൃത്തിയില്ല. അതുകൊണ്ട് തന്നെ വില്ലേജിലേക്കുള്ള ഈ റെയിൻബോ ബേർഡ്സിൻ്റെ വരവും നിന്നു, സ്റ്റോപ്ഡ്, നിന്നു. വിൽ ദ റെയിൻബോ ബേർഡ്സ് കം എഗൈൻ? ഇനി റെയിൻബോ ബേർഡ്സ് വീണ്ടും വരുമോ? ഹൗ വിൽ ദേ ബ്രിങ് ബാക്ക് ദ റെയിൻബോ ബേർഡ്സ്? എങ്ങനെ നമുക്ക് അവരെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാം? ഈ ഗ്രാമത്തിലേക്ക് റെയിൻബോ ബേർഡ്സിനെ എങ്ങനെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാം? നോക്കാം. ദ ന്യൂസ് അബൌട്ട് ദ റെയിൻബോ ബേർഡ് സ്പ്രെഡ് ഓൾ അറൗണ്ട്. എന്ത് ചെയ്തു? ഈ റെയിൻബോ ബേർഡിനെ കുറിച്ച്, ഈ ഗോൾഡിയെ കുറിച്ചുള്ള വാർത്ത അവിടെ എല്ലാം പരന്നു. പീപ്പിൾ കെയിം ടു സീ ദ ബേർഡ്. എന്ത് ചെയ്തു? അവിടുത്തെ ആളുകളെല്ലാം ഈ ബേർഡിനെ കാണാൻ വന്നു. ലെറ്റ്സ് ക്ലീൻ ദ റിവർ. അവരെന്ത് തീരുമാനിച്ചു? റിവർ ക്ലീൻ ചെയ്യാമെന്ന് തീരുമാനിച്ചു. ദ റെയിൻബോ ബേർഡ്സ് വിൽ കം എഗൈൻ സെഡ് ദ പീപ്പിൾ. അവിടുത്തെ ആളുകളെല്ലാം കൂടി എന്ത് തീരുമാനിച്ചു? റിവർ നമ്മൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ റെയിൻബോ ബേർഡ്സ് വീണ്ടും വരും. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്യാം? റിവർ ക്ലീൻ ചെയ്യാം എന്ന് അവർ തീരുമാനിച്ചു. ചിത്രത്തിൽ കണ്ടോ? ഹരിതപുരിയിലെ ആളുകളെല്ലാം ചേർന്ന് പുഴ വൃത്തിയാക്കുകയാണല്ലേ. പീപ്പിൾ സ്റ്റാർട്ടഡ് ക്ലീനിങ് ദ റിവർ. എന്ത് ചെയ്തു? അവരെല്ലാം ചേർന്ന് പുഴ വൃത്തിയാക്കാൻ തുടങ്ങി. ദേ പുൾഡ് ഔട്ട് ഓൾ ദ വീഡ്സ് ആൻഡ് പ്ലാസ്റ്റിക് ബോട്ടിൽസ്. വീഡ്സ് എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കളകളില്ലേ ചെടികളുടെ, അതുപോലെ പ്ലാസ്റ്റിക് ബോട്ടിൽസ്, അതെല്ലാം അവരവിടെ നിന്നും പുൾ ഔട്ട് ചെയ്തു. എന്ത് ചെയ്തു? പറിച്ചെടുത്തു. കളകളൊക്കെ പറിച്ചെടുത്തു. പ്ലാസ്റ്റിക് ബോട്ടിൽസ് എല്ലാം നീക്കം ചെയ്തു. ദേ റിമൂവ്ഡ് ദ മഡ് എന്ന് പറഞ്ഞാൽ ചെളി, ചെളിയെല്ലാം മാറ്റി. ദ റിവർ ബിക്കെയിം ക്ലീൻ ആസ് ബിഫോർ. നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാളും നന്നായിട്ട് ക്ലീനായി നമ്മുടെ പുഴ ഇപ്പോൾ. ഹാവ് യു സീൻ പീപ്പിൾ ഡംപിങ് വേസ്റ്റ് ഇൻ പബ്ലിക് പ്ലേസസ്? നിങ്ങൾ കാണാറുണ്ടോ ആളുകൾ പബ്ലിക് പ്ലേസിൽ വേസ്റ്റുകൾ കൊണ്ട് കളയുന്നത്? ഹൗ ക്യാൻ വി സ്റ്റോപ്പ് ഇറ്റ്? എങ്ങനെ നമുക്കത് തടയാം? അടുത്ത പേജ് നോക്കിയേ.
ദ നെക്സ്റ്റ് ഫെസ്റ്റിവൽ സീസൺ കെയിം. അടുത്ത ആഘോഷം, അടുത്ത ഉത്സവം വന്നല്ലേ, അടുത്ത സീസൺ വന്നു. മെനി ടൈപ്പ് ഓഫ് ബേർഡ്സ് അറൈവ്ഡ്. അപ്പോൾ നമ്മുടെ ഹരിതപുരിയിലേക്ക് ഒരുപാട് തരത്തിലുള്ള പക്ഷികൾ വന്നു. ഡിംപിൾ ലുക്ക്ഡ് അറ്റ് ദ സ്കൈ. ഡിംപിൾ എന്ത് ചെയ്തു? ആകാശത്തേക്ക് നോക്കി. വിൽ ഗോൾഡീസ് മദർ കം? ഗോൾഡിയുടെ മദർ വന്നോ? ഷീ തോട്ട്. അവൾ ചിന്തിച്ചു. തോട്ടെന്ന് പറഞ്ഞാൽ ചിന്തിച്ചു. തിങ്ക് ചിന്തിക്കുക, തോട്ട് ചിന്തിച്ചു. ഡു യു തിങ്ക് ഗോൾഡീസ് മദർ വിൽ കം? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഗോൾഡിയുടെ മദർ വരുമെന്ന്? വൈ? എന്തുകൊണ്ട്? നോക്കാം. സഡൻലി ട്വിങ്കിൾ ആൻഡ് ഡിംപിൾ സോ എ വണ്ടർഫുൾ സൈറ്റ്. ഉടനെ തന്നെ, പെട്ടെന്ന് തന്നെ ട്വിങ്കിളും ഡിംപിളും എന്ത് കണ്ടു? ഒരു അത്ഭുതകരമായ കാഴ്ച കണ്ടു. ഹൺഡ്രഡ്സ് ഓഫ് റെയിൻബോ ബേർഡ്സ് ഇൻ ദ സ്കൈ. നൂറുകണക്കിന് റെയിൻബോ ബേർഡ്സ് ആകാശത്തിങ്ങനെ വരുന്നു അല്ലേ. ലുക്ക്, ദേ ആർ കമ്മിങ്. നോക്കൂ, അവർ വരുന്നു. ദ റെയിൻബോ ബേർഡ്സ്. ആരാ വരുന്നത്? റെയിൻബോ ബേർഡ്സ്. ദ ചിൽഡ്രൻ ഷൗട്ടഡ് ഇൻ ജോയ്. കുട്ടികൾ എന്ത് ചെയ്തു? സന്തോഷത്തോടെ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി. ദ ബേർഡ്സ് ലാൻഡഡ് ഓൺ ദ ക്ലീൻ റിവർ ആൻഡ് സോം ജോയ്ഫുള്ളി. അവരെന്ത് ചെയ്തു? എവിടെ ലാൻഡ് ചെയ്തു? ക്ലീനായിട്ടുള്ള നമ്മുടെ പുഴയിൽ വന്ന് അവിടെ നീന്തി സന്തോഷത്തോടെ നീന്തുകയാണ്. വിൽ ദെയർ ബി ഗോൾഡീസ് മദർ? അവിടെ ഗോൾഡിയുടെ അമ്മ കാണൂ. വാട്ട് വിൽ ഹാപ്പൻ നെക്സ്റ്റ്? എന്തായിരിക്കും പിന്നെ സംഭവിച്ചിട്ടുണ്ടാവുക? നമുക്ക് നോക്കിയാലോ, എന്തായിരിക്കും പിന്നെ നടന്നിട്ടുണ്ടാവുക എന്ന് നോക്കാം. ദ റെയിൻബോ ബേർഡ്സ് എൻജോയ്ഡ് ദ ഡേയ്സ് ഇൻ ഹരിതഗിരി. എന്ത് ചെയ്തു? റെയിൻബോ ബേർഡ്സ് എല്ലാം നമ്മുടെ ഹരിതഗിരിയിലെ ദിനങ്ങളെല്ലാം സന്തോഷത്തോടെ എൻജോയ് ചെയ്തു, ആസ്വദിച്ചു. ദേ ലെയ്ഡ് എഗ്സ് ആൻഡ് ഹാച്ച്ഡ് ഔട്ട് മെനി റെയിൻബോ ബേർഡ്സ്. അവർ മുട്ടകൾ ഇടുകയും മുട്ട വിരിഞ്ഞ് കുഞ്ഞ് റെയിൻബോ ബേർഡ്സുകൾ പുറത്തു വരികയും ചെയ്തു. ദ ഫെസ്റ്റിവൽ എൻഡഡ്. അവിടെ ഉത്സവം കഴിഞ്ഞു. പിന്നെ വാട്ട് വിൽ ദ റെയിൻബോ ബേർഡ്സ് ഡു നൗ? എന്തായിരിക്കും പിന്നെ റെയിൻബോ ബേർഡ്സ് ചെയ്തിട്ടുണ്ടാവുക? ദ സീസൺ എൻഡഡ്. സീസൺ കഴിഞ്ഞു അല്ലേ. ദ ബേർഡ്സ് സ്റ്റാർട്ടഡ് ടു ഫ്ലൈ ബാക്ക്. അവർ തിരികെ പറന്നു പോകാൻ തുടങ്ങി. ഓൺ എ സണ്ണി ആഫ്റ്റർനൂൺ. ഒരു വെയിലുള്ള ഉച്ചയ്ക്ക് ദ ഹോൾ ഫ്ലോക്ക് ഓഫ് ഗോൾഡൻ ബേർഡ്സ് ഫ്ലൂ അപ്പ് ടു ദ സ്കൈ. എന്ത് ചെയ്തു? ഫ്ലോക്ക് എന്ന് പറഞ്ഞാൽ കൂട്ടത്തോടെയുള്ള ഈ ഗോൾഡൻ ബേർഡ്സ്, നമ്മുടെ റെയിൻബോ ബേർഡ്സ് എന്ത് ചെയ്തു? അവർ ആകാശത്തേക്ക് പറന്നു. ദെയർ ഫെദേഴ്സ് ഷോൺ ബ്രൈറ്റ് ഇൻ ദ സൺലൈറ്റ്. എങ്ങനെ അവരുടെ തൂവലുകൾ കാണപ്പെട്ടത്? അവരുടെ തൂവലുകൾ സൺലൈറ്റിൽ തിളങ്ങിയിരുന്നു. വാട്ട് വിൽ ഗോൾഡി ഡു നൗ? ഇപ്പോൾ എന്തായിരിക്കും ഗോൾഡി ചെയ്തിട്ടുണ്ടാവുക? നോക്കിയാലോ. ഡിംപിൾ ആൻഡ് ട്വിങ്കിൾ വാച്ച്ഡ് ദ ബേർഡ്സ് ഫ്ലൈയിങ് ഫാർ അവേ. ഡിംപിളും ട്വിങ്കിളും എന്ത് ചെയ്തോണ്ടിരിക്കുക? ഈ ഗോൾഡൻ പക്ഷികൾ പറന്നു പോകുന്നത് നോക്കി നിൽക്കുകയാണ് അല്ലേ. സഡൻലി, പെട്ടെന്ന് തന്നെ, വൺ ഓഫ് ദ ബേർഡ്സ് ടുക്ക് എ ടേൺ ആൻഡ് ഫ്ലൂ ബാക്ക് ടു ദം. എന്ത് ചെയ്തു? ഒരു പക്ഷി ടേൺ ചെയ്തു. ടേൺ ചെയ്തിട്ട് എന്ത് ചെയ്തു? തിരിഞ്ഞിട്ട് എന്ത് ചെയ്തു? അവരുടെ അടുത്തേക്ക് പറന്നു വന്നു. ഫ്ലൂ ബാക്ക്. അവരുടെ അടുത്തേക്ക് തിരിച്ച് പറന്നു വന്നു. ഇറ്റ് ടച്ച്ഡ് ഗോൾഡി വിത്ത് ഇറ്റ്സ് വിങ്സ് ആൻഡ് ഫ്ലൂ അപ്പ്. അവൾ എന്ത് ചെയ്തു? പറന്നു വന്ന പക്ഷി ഗോൾഡിയെ ടച്ച് ചെയ്തു. എവിടെയാ? വിങ്സിൽ, ചിറകുകളിലായിട്ട് ടച്ച് ചെയ്തു. എന്നിട്ട് പറന്ന് മുകളിലേക്ക് പോയി. ഇവിടെ ഫ്ലൂ അപ്പ്. പറന്ന് മുകളിലേക്ക് പോയി. ഗോൾഡീസ് ഐസ് വൈഡൻഡ്. ഗോൾഡിയുടെ കണ്ണുകൾ വിടർന്നു. എന്തുകൊണ്ടായിരിക്കും? അതായിരിക്കും ഗോൾഡിയുടെ അമ്മയല്ലേ. വൈ ഡിഡ് ദ റെയിൻബോ ബേർഡ് കം ബാക്ക്? എന്തുകൊണ്ടായിരിക്കും റെയിൻബോ ബേർഡ് തിരിച്ചു വന്നത്? തൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോകാനായിരിക്കും അല്ലേ. ഓക്കെ. സൂൺ ഗോൾഡി ആൾസോ ഫ്ലാപ്ഡ് ഇറ്റ്സ് ലിറ്റിൽ വിങ്സ്. ഗോൾഡി എന്ത് ചെയ്തു? ഫ്ലാപ്ഡ് എന്ന് പറഞ്ഞാൽ ചിറകടിച്ച് എന്ത് ചെയ്തു? ലിറ്റിൽ വിങ്സ് അടിക്കാൻ തുടങ്ങി. ദ ബേർഡ്സ് ഫ്ലൂ അപ്പ് ആൻഡ് ഡിസപ്പേർഡ് ഇൻ ദ സ്കൈ. ബേർഡ്സ് എന്ത് ചെയ്തു? ഫ്ലൂ അപ്പ്, പറന്ന് മുകളിലേക്ക് പോയി. എന്നിട്ട് കാണാതെയായി അല്ലേ, ആകാശത്ത് അവരെ കാണാതെയായി. അവർ പറന്നകത്തേക്ക് പോയി. ബൈ ഗോൾഡി. ആരാ ബൈ പറയുന്നത്? ട്വിങ്കിളും ഡിംപിളും ബൈ പറഞ്ഞു. ആർക്ക്? ഗോൾഡിക്ക്. സീ യു ഇൻ ദ നെക്സ്റ്റ് ഫെസ്റ്റിവൽ. ഇനി അടുത്ത ഫെസ്റ്റിവലിന്, അടുത്ത ഉത്സവത്തിന് എല്ലാവരെയും കാണാം. ദ ചിൽഡ്രൻ വേവ്ഡ് ദെയർ ഹാൻഡ്സ്. വേവ്ഡ് എന്ന് പറഞ്ഞാൽ വീശി കാണിച്ചു. എന്ത് ചെയ്തു? ടാറ്റ പറഞ്ഞു. ആർക്കാ? ഗോൾഡിക്കും അവരുടെ കൂട്ടത്തിനും ടാറ്റ പറഞ്ഞു. അവർ ആകാശത്തിലേക്ക് പറന്നു പോയി. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ കഥ. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണല്ലേ.
പേജ് നമ്പർ 83 ആക്ടിവിറ്റിയാണ്, നിങ്ങളത് ഫില്ല് ചെയ്യണം. 84 ദ സമ്മർ ബേർഡ്. ദ ബേർഡ് ഫ്ലൈസ് സോ ഹൈ അപ്പ് ഇൻ ദ സ്കൈ. ആ ബേർഡ് എങ്ങനെയാ? അവര് ആകാശത്തിലേക്ക് പറന്നു പോകുന്നു, ഉയരങ്ങളിലേക്ക് പറന്നു പോകുന്നു. സിറ്റിംഗ് ഓൺ എ ട്രീ ഇറ്റ് സിംഗ് സോ ഫ്രീ. അവരെവിടെയാ? മരങ്ങളിലിരിക്കുന്നു. അവരുടേതായ രീതിയിൽ പാട്ടുകൾ പാടുന്നു. വെൻ ദ സമ്മർ എൻഡ്സ് ഇറ്റ് ഫ്ലൈസ് ബാക്ക് വിത്ത് ഫ്രണ്ട്സ്. വേനൽ കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ട്സിനൊപ്പം ഫ്ലൈസ് ബാക്ക്, തിരികെ പറന്നു പോകുന്നു. വിൽ യു കം അഗൈൻ വെൻ ദ സമ്മർ സൺ ഗ്ലോസ്. നിങ്ങൾ ഇനി തിരിച്ചു വരുമോ? ഇനിയും അടുത്ത സമ്മറിന് നിങ്ങൾ വീണ്ടും തിരിച്ചു വരുമോ? ആരാന്നൊന്ന് ചോദിക്കുന്നത് നമ്മുടെ ടിങ്കിളും ഡിംപിളും ആണല്ലേ. ഒരു ബേർഡിനെയും അവിടെ കാണാം. ആരാണത്? നമ്മുടെ ഗോൾഡൻ ബേർഡാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ പാഠഭാഗം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. അതുപോലെ 2ാം ക്ലാസ്സിലെ മലയാളത്തിലെ 5ാമത്തെ ചാപ്റ്ററും അതിൻ്റെ ആക്ടിവിറ്റി ബുക്കും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർക്ക് കാണാവുന്നതാണ്. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ക്ലാസ് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്